സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയുന്ന സമൂഹത്തോട് ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. ഗ്രീഷ്മ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ ഒരുപാട് ഗ്രീഷ്മമാർ നമുക്ക് ചുറ്റിലും ഉണ്ട്. 100 പുരുഷന്മാർ പിടിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ പിടിക്കപ്പെടുന്നത്. ഷാരോണിന് ഗ്രീഷ്മയോടുള്ളത് യഥാർത്ഥ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ കാരണം മരണക്കിടക്കയിൽ ആയിട്ട് പോലും ഗ്രീഷ്മയെ ഷാരോൺ സംശയിക്കാത്തത്. ഇതിലെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് കോടതി ഗ്രീഷ്മയ്ക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയറും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കരഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ കോടതിയിൽ വിധി പ്രസ്താവം കേട്ടത്. ഗ്രീഷ്മയും 3ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധി കേൾക്കാൻ ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരനും കോടതിയിലെത്തി. ജഡ്ജിയാണ് മൂവരെയും കോടതിക്കുള്ളിലേക്ക് വിളിപ്പിച്ചത്. കഷായത്തിൽ കീടനാശിനി കലർത്തി കാമുകനായ പാറശാല മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 3ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ 3 വർഷം തടവും ശിക്ഷ വിധിച്ചു. കേസന്വേഷണത്തിൽ പോലീസിനെ കോടതി അഭിനന്ദിച്ചു. പ്രതിക്ക് പ്രായം കുറവാണെന്ന കാര്യം പരിഗണിക്കാനാവില്ല. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. പോലീസ് സമർത്ഥമായി കേസ് അന്വേഷിച്ചെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചുവെന്നും കോടതി വിലയിരുത്തി. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് കോടതി വിലയിരുത്തി. ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു. ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് വിഷയമല്ല. വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മ മറ്റു ബന്ധങ്ങൾ തുടർന്നു. ഷാരോണുമായി ലൈംഗിക ബന്ധം നടത്തിയെന്നും തെളിഞ്ഞു. ഗ്രീഷ്മ നടത്തിയ ജ്യൂസ് ചലഞ്ച് വധശ്രമമാണെന്ന് കോടതി വിലയിരുത്തി. സ്നേഹബന്ധം തുടരുമ്പോഴും കൊലപ്പെടുത്താൻ ശ്രമം തുടരുകയായിരുന്നു. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചുവെന്നതിന് തെളിവില്ല. ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. ഗ്രീഷ്മയുടേത് വിശ്വാസവഞ്ചനയാണ്. കുറ്റകൃത്യം മറച്ചുപിടിക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ല. തെളിവുകൾ ഒപ്പമുണ്ടെന്ന് പ്രതി മനസ്സിലാക്കിയുമില്ല. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. വിധിന്യായത്തിൽ 586 പേജുകളാണ് ഉള്ളത്. കൊല്ലപ്പെട്ട ഷാരോണിന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും കോടതി അടുത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കോടതി വിധി പ്രസ്താവം ആരംഭിച്ചത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും രാവിലെ പ്രതി ഗ്രീഷ്മയെ പോലീസ് പുറത്തിറക്കി. തുടർന്ന് ഫോർട്ട് സർക്കാർ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇതിനുശേഷമാണ് പ്രതി ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിൽ എത്തിച്ചത്. ശനിയാഴ്ച ശിക്ഷയിന്മേൽ കോടതി വാദം കേട്ട ശേഷം ചെകുത്താന്റെ മനസ്സുള്ള സ്ത്രീയാണ് പ്രതിയെന്നും അതിനാൽ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ 24 വയസ്സ് മാത്രമേ ഉള്ളൂവെന്നും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനാൽ പരമാവധി ശിക്ഷയിളവ് നൽകണമെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത്. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. കേസിലെ 2ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. 2022 ഒക്ടോബർ 14-ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ കീടനാശിനി കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. 11 ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഷാരോൺ രാജ് ഒക്ടോബർ 25-നാണ് മരിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.